ഗുഡ് മോർണിംഗ് യൂട്യൂബ്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വട്ടവട എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകണം. അപ്പം വട്ടവടയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. നമ്മൾ യൂഷ്വലി പോകുന്ന പഴത്തോട്ടമൊക്കെയാണ് എനിക്കറിയത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്പോട്ടുകൾ. അതായത് ടൈഗർ കേവ്, പിന്നെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ. അത് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. അപ്പം നമ്മളിന്ന് മൂന്നാറാണ് സ്റ്റേ ചെയ്തത്. ഇന്നലെ വന്ന് നൈറ്റ് വന്നായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഇവിടെ ആണ് കേട്ടോ. കണ്ടോ, നല്ല രസം നോക്കാനൊക്കെ. അപ്പം നമുക്ക് പോണ വഴി നമുക്ക് കാണാം ബാക്കി കാഴ്ചകളൊക്കെ. അപ്പം നമ്മുടെ റൂട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. പാമ്പാടും ഷോല നാഷണൽ പാർക്ക് വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഗ്രാസ് ലാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം നമ്മൾ മൂന്നാറിനൊക്കെ വിട്ടു. ഇനി നേരെ ഈ റൂട്ടിൽ ആപ്പാടെ നമുക്ക് കാണാനുള്ളത് മാട്ടുപ്പെട്ടി ഡാമും കുണ്ടല ഡാമും പിന്നെ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു വില്ലേജ് ഏരിയയാണ്. അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വട്ടവട പോലെ ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെയും. അപ്പം ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്നത് ഈ വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. എനിക്കിങ്ങനെ അധികം ആരും പോകാത്തതും എക്സ്പ്ലോർ ചെയ്യാത്തതും ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഈ കുണ്ടല ഡാമും മാട്ടുപ്പെട്ടി ഡാമും എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് ക്രൗഡഡ് ആയിരിക്കും എപ്പോഴും. ചിലപ്പോൾ സീസൺ ടൈമിൽ മാത്രമേ ഇവിടെയൊന്നും ആരും കാണാത്തതായിട്ടുള്ളൂ. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് കുണ്ടല ഡാം. ഇവിടെയെങ്കിലും ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ രാവിലെയാണ് പോകുന്നത്, അതും ഒരു കാരണമാവാം. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് വണ്ടി ഒതുക്കി ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഈ സമയത്ത് വരുന്നതുകൊണ്ടൊന്നുള്ള ഗുണമെന്ന് വെച്ചാൽ അധികം ആരും ഇല്ലാതെ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഞാനൊരു രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ആ സമയത്ത് ഇവിടെ എങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ രണ്ടൊരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊഴികെ വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ ഒരു റോഡ്, ഇവിടെയാണ് നമ്മുടെ മെയിൻ റോഡ്. അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങി പയ്യെ നൈസായിട്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. കുത്തനെയാണ് കിടക്കുന്നത്, ചിലപ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. പൊടിപൊടിയായിട്ട് കിടക്കുമോ മണ്ണല്ല. കിടിലൻ സ്ഥലമാണ് കേട്ടോ. വേണ്ട, താഴെ വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു സംഭവം കാണിച്ചത് അടിപൊളി ഒരു വ്യൂ ആണ്. ഞാൻ കാണുന്നുണ്ടോ, മഞ്ഞ് വന്ന ആ മലയെ മൂടിയിട്ട് അതിനെ കവർ ചെയ്ത് മേലോട്ട് പോവുക. നമുക്കെന്തായാലും താഴത്തോട്ട് ഇറങ്ങിപ്പോ. ഇവിടെ ഫുള്ളും മറ്റേ എന്തോ കൃഷിയൊക്കെയാണ് കേട്ടോ. കിടിലൻ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ ഇവിടെയൊക്കെ. സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയ ഗ്രൗണ്ട് പോലെ സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഒന്നും വലിയ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. ഇപ്പം ഇവിടെ വരുന്നവർ ഇങ്ങനെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കാണ്ടിരിക്കുക. ഓക്കെ, അതിലെയാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പോകേണ്ടത്
പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് കേട്ടോ. നമുക്ക് നൈസായിട്ട് കയറിപ്പോകാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാമ്പാടുംചോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് കേട്ടോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പം വിസിറ്റാ ഇവിടുന്ന് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കാണുന്നവരെ ഒരു 5 കിലോമീറ്റർ നാഷണൽ പാർക്ക് ഏരിയ ആണ്. വണ്ടി ഇടയ്ക്ക് നിർത്താൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് സാധനങ്ങളോ വേസ്റ്റ് സാധനങ്ങളോ നിർത്താൻ പാടില്ല. റൂൾസ് ആണ്, ഫോളോ ചെയ്ത് പോകുക. സ്റ്റേ ഇല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ തിരിച്ച് കടന്നു പോകും. കൺഫേം ആണെങ്കിൽ രാവിലെ അപ്പം നമ്മൾ പാമ്പാടുംചോല നാഷണൽ പാർക്കിലേക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പം ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞ കണക്ക് തന്നെ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ വട്ടവട അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് നിർത്താനുള്ള പെർമിഷൻ ഉള്ളൂ. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അതിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഓഫീസേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നതായിരിക്കും. അവിടെ നിന്നൊക്കെ കുറച്ച് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കുറച്ചൊരു 3-4 കിലോമീറ്റർ കഴിയുമ്പം ലെഫ്റ്റ് സൈഡിൽ ഈ യൂക്കാലി മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പോർഷൻ വരുമല്ലോ. ഈ ഒരു പോർഷനാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെച്ചിൽ. അതായത് ഈ ഷോല നാഷണൽ പാർക്കിൻ്റെ വട്ടവട എത്തുന്ന വരെയുള്ള ഒരു സ്ട്രെച്ചിൽ ഈ ഒരു പോർഷനാണ് എനിക്കിഷ്ടം. പേഴ്സണലി എനിക്ക് പ്രിഫർ ചെയ്യുന്ന ഈ ഒരു ലൊക്കേഷനാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് നിർത്താനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. വീഡിയോസ് മാത്രം എടുക്കാനുള്ളൊരു പ്രൊവിഷനേ ഉള്ളൂ, മനസ്സിലായോ? അപ്പം ഈ ഒരു പോർഷൻ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിലെ പോകുമ്പോൾ. നമ്മളിപ്പം പാമ്പാടുംചോല നാഷണൽ പാർക്കിൻ്റെ ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ചില സമയങ്ങളിലൊക്കെ ഈ ബൈസൺ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പം ഇപ്പം നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പം വേനലൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഉള്ളിലേക്കൊക്കെ പോയി കാണും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ള ഏരിയയാണ് കേട്ടോ. ഇവിടെ ഒന്നും നിർത്താനേ പറ്റത്തില്ല നമുക്ക്. അപ്പം കഴിഞ്ഞ തവണ എന്ന പ്രാവശ്യം വന്നപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ വന്നായിരുന്നു. അപ്പം നിർത്തിയതിന് അവരെന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അന്ന് ഫൈൻ അടിച്ചില്ല ഭാഗ്യത്തിന്. പക്ഷെ ഇവിടെ ഒന്നും നിർത്താനൊന്നും പാടില്ല കേട്ടോ. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെക്ക് പോസ്റ്റ് എത്തും അപ്പുറത്തെ. പിന്നെയുള്ള കാഴ്ചകളൊക്കെ വട്ടവട ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വട്ടവടയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വട്ടവട എന്ന് പറഞ്ഞാലൊരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. പക്ഷെ കൊച്ചു ഗ്രാമമാണെങ്കിലും അതിമനോഹരമായ ഭംഗിയാണ് കേട്ടോ ഇവിടെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ. അതായത് ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ടും ഉള്ളത് ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ പഴത്തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ, കൃഷി. അപ്പം നമ്മളിവിടെ വട്ടവടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് ടൈഗർ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അധികം വീഡിയോസിലൊന്നും കാണാത്തൊരു സ്ഥലമാണ്. വട്ടവടയിൽ കൂടുതലും ആൾക്കാർ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് പഴത്തോട്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ. അപ്പം നമ്മളിപ്പം പോകുന്നത് ടൈഗർ കേവിലേക്കാണ്. ടൈഗർ കേവ് ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ എസ്റ്റിമേറ്റഡ് ഉണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് അങ്ങോട്ട് പോവാം. അപ്പം വട്ടവടയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് ഈ ടൈഗർ കേവ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറെ കാണാനുള്ളത് ചിലന്തിയാർ വാട്ടർഫാൾ ഉണ്ട്. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് ഇപ്പം എങ്ങനെയാണ് എന്നറിയത്തില്ല അതിൻ്റെ സ്ഥിതിയൊക്കെ. അതായത് വേനൽക്കാലമാണല്ലോ, അപ്പോൾ വെള്ളമൊക്കെ കാര്യങ്ങൾ കുറവായിരിക്കും. നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോകുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം വെള്ളമൊന്നും കാണത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നൊരു കാര്യമുള്ളത്, ഇങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ
മാപ്പൊക്കെ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റിമോട്ട് ഏരിയ ആണ് കേട്ടോ. അധികം ആൾതാമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കും കാര്യങ്ങളും കുറവാണ്. എൻ്റെ ജിയോ സിമ്മാണ്. അപ്പം എന്നിട്ടും ജിയോ സിമ്മിന് പല സ്ഥലത്തും കിട്ടാറില്ല. അപ്പം ജിയോ സിമ്മുള്ളവരും അപ്പം വലിയ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്മുള്ളവരും ഈ മാപ്പൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് പോണ വഴിക്ക് വലിയ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചില സ്ഥലത്തൊക്കെ പെട്ടുപോയി. അധികം ആൾക്കാരും ഇല്ല ഈ വഴിയിലൊന്നും വഴി ചോദിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പെട്രോൾ പമ്പും കാര്യങ്ങളും അതും ഇല്ല കേട്ടോ ഇവിടെ. അതൊരു വലിയൊരു പോരായ്മയാണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോരണം. അപ്പം നമ്മളിപ്പം ചിലന്തിയാർ വാട്ടർഫാൾസിൻ്റെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ചത്ര ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. അപ്പം ഇപ്പോഴത്തെ സീസണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം വെള്ളമൊക്കെ കുറവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഓഡിയവും കുറവാണ്. അപ്പം ഇവിടെ വന്നതിപ്പം വേസ്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ അല്ല. വരുന്ന വഴികളൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാട്ടോ. അപ്പോൾ വട്ടവട എന്ന് പറയാൻ തന്നെ എവിടെ നോക്കിയാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ വരാനായിട്ടുള്ള ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് മൺസൂൺ സീസൺ ആയിരിക്കണം. ഇപ്പോൾ ഒരു ബെസ്റ്റ് സീസൺ അല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം, വലിയ ഒഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് നൈസായിട്ട് ടൈഗർ കേവ് എവിടെയാണെന്ന് നോക്കി പോകാനായിട്ടുള്ള പ്ലാനാണ്. ടൈഗർ കേവ് ഇവിടുന്ന് നേരെ മേലോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ടേക്കാണ് പോകണത്. ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പം ടൈഗർ കേവിലേക്ക് പോകുന്നത് ആ വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ റോഡല്ല ഒരു വഴിയാണ് കിടപ്പുണ്ട്. അവിടെ നിന്ന് നേരെ പോയാൽ മതി. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നേരെ ഇപ്പം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ നിന്നൊരു ഒരു ടൂർ പാക്കേജിൽ വന്ന ആൾക്കാരുടെ ഒരു ഗൈഡാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ പുറകെ നമ്മളും പോവാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മേളിലേക്കൊരു വഴിയുണ്ട്. ആ വഴി മേലോട്ട് കയറി കഴിയുമ്പം ആണ് ഈ ടൈഗർ കേവ് എന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് മുന്നോട്ടെന്തായാലും പോയി നോക്കാം. ആൾത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വഴികളാണ്. നമ്മളൊരു വഴി അങ്ങ് ചൂസ് ചെയ്ത് എവിടെ എത്തുമെന്ന് അറിയത്തില്ല. ഓ, ആ കാണുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഓ, ആ 2 ഡൈവേഷൻ ഉണ്ടായിരുന്നു. 2 ഡൈവേഷനും ഒരേ ഡെസ്റ്റിനേഷനായിട്ട് ചെന്നെത്തുന്നത്. ഇതിനും പിന്നെ മേലോട്ട് കിടപ്പുണ്ട് കേട്ടോ. ഓ, ഇങ്ങോട്ടാണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ടൈഗർ കേവ്. നമ്മൾ ഏകദേശം എത്തി. ഇവിടെ ഇങ്ങോട്ട് വന്നൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞാൽ വെട്ടമൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ലിഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ കുനിഞ്ഞൊക്കെ പോകേണ്ടി വരും. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലെത്താമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ അടിപൊളി. അപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറിക്കണം. കയറേണ്ടി വരും. അപ്പോൾ നമുക്ക് കയറാൻ തരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്യാമറ പിടിച്ച് കയറാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേളിൽ ചെന്നിട്ടാണ് നെക്സ്റ്റ് ഷോട്ട് എടുക്കുന്നത്.
അപ്പം ഇങ്ങനൊരു സ്പേസിൽ കൂടെ നമ്മൾ ഇറങ്ങി വരുന്നു. ഈ റോക്കിൻ്റെ മേളിലായിട്ട് നമ്മൾ എത്തും. ഈ ഒരു പോർഷനിൽ കൂടെ കയറി നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ അവിടെ വന്ന് കയറും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോവുക, തിരിച്ച് ഇങ്ങനെ തന്നെ പോവുക. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചെറിയ നേരോ ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെ നമ്മൾ നിരങ്ങിയൊക്കെയാണ് കയറിയത്. അപ്പം ഇവിടെ വന്നാൽ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് സാധനം തന്നെയാണ് കേട്ടോ ഈ ടൈഗർ കേവ് എന്ന് പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയൊരു കേവായിട്ടല്ല, ചെറിയൊരു 50 മീറ്റർ ഒരു ഹോളെന്ന് പറഞ്ഞാൽ പറയാതെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വേറെയും കേവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വേണ്ട ഇതിലേക്ക് വെള്ളം ഒഴുകി വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം നമ്മളിനി നെക്സ്റ്റ് തിരിച്ച് വട്ടവടയ്ക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് വട്ടവടയ്ക്ക്. ഓക്കെ, അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് നേരെ വട്ടവട, അതും നേരെ മൂന്നാർ, അതും നേരെ വീട്ടിലേക്ക്. ഈ ഒരു സ്പേസ് കൊള്ളാം കേട്ടോ. ഈ വട്ടവടയൊക്കെ വരുന്നവരാണെങ്കിൽ വട്ടവട ജസ്റ്റ് കാണാതെ കണ്ടിട്ട് പോകാതെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്.